ഹായ് നമസ്കാരം. കേരള സദ്യയിലെ ഒരു വിഭവമായിട്ടുള്ള കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് തലേനാൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത കടലയാണ്. 1 കപ്പ് കടല നല്ലപോലെ കഴുകിയെടുത്ത് കുക്കറിലോട്ട് മാറ്റാം. അതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറയുമ്പോൾ കടല മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കും. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം അടുപ്പ് സിമ്മിലാക്കി 3-4 വിസിൽ വരുന്നത് വരെ കടല നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് അത് മാറ്റി വെക്കുക. അടുത്തതായി ഇതിലോട്ട് വേണ്ടത് ചേനയും പച്ചക്കായുമാണ്. ചേന ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ പച്ചക്കായും തൊലി കളയാതെ ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് രണ്ടും ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയെടുക്കാം. മൺചട്ടി ഇല്ലെങ്കിൽ വേറെ ഏത് ചട്ടി വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കാം. പിന്നീട് 1 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. പച്ചക്കറികളൊക്കെ നല്ലപോലെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത്. അതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. സോ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്തിട്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, ചെറിയ ജീരകം, ഉഴുന്ന് എന്നിവ ചേർത്ത് നല്ലപോലെ മൂപ്പിക്കുക. ഉഴുന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് മൂപ്പിച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് 2 തണ്ട് ഉണക്കമുളക്, ചുവന്ന ഉണക്കമുളക് ചേർക്കുക. 1 അല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റുക. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർക്കുക. ഞാനിവിടെ ഏകദേശം 1 കപ്പ് തേങ്ങയാണ് എടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് തേങ്ങ നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. തേങ്ങ നല്ലപോലെ വഴണ്ട് ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ അത് ഈ മൊത്തം തേങ്ങയിൽ നിന്ന് ഒരു പകുതി ഭാഗം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുക്കണം. ഇത് ലേശം വെള്ളം ചേർത്ത് അരച്ചെടുത്ത് മാറ്റി വെക്കുക. ഇത് പിന്നീട് നമുക്ക് പച്ചക്കറിയിലോട്ട് ചേർക്കാനുള്ളതാണ്. സോ ബാക്കി വരുന്ന തേങ്ങയിൽ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി വഴറ്റിയെടുത്ത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ വെജിറ്റബിൾസ് നല്ലപോലെ വെന്തോ എന്ന് നോക്കണം. അതിൽ ചേനയ്ക്കാണ് വേവ് കൂടുതൽ. സോ ചേന വെന്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ബാക്കിയുള്ള ഐറ്റംസ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച കടല ചേർക്കാം. കടല ചേർക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തോടൊപ്പം തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നീട് 2 ടീസ്പൂണ് നമ്മുടെ ശർക്കര പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കൂട്ടുകറിക്ക്. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ശർക്കരയും ഈ കടലയുടെ ഗ്രേവി എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആക്കുക. ദെൻ ഇതിലേക്ക് നമ്മുടെ നേരത്തെ ഞാൻ മാറ്റി വെച്ച തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കണം. എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് വറുത്തെടുത്ത തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കുക ഈ ഒരു മിക്സ്. ഏകദേശം നമ്മുടെ കൂട്ടുകറി റെഡിയായി. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കേണ്ട ടൈമാണ്. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടുകറിയൊക്കെ റെഡിയായി കഴിഞ്ഞു. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അധികം പ്രയാസമൊന്നുമില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. ഇനി ഇത് നമ്മൾക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അത് നല്ല ചൂട് പറക്കുന്ന നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും
ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണമെന്ന് അറിയിക്കുന്നു. ആൻഡ് നമ്മുടെ ഓണം വരുവാണല്ലോ, സോ ഓണത്തിന് എല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു റെസിപ്പി, എൻ്റെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. അടുത്ത് വേറൊരു സദ്യ റെസിപ്പി ആയിട്ട് തന്നെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.